വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പം ഞാൻ പാർട്ട് 1 ആയിട്ടൊരു നോവല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. KR മീര എഴുതിയ ഘാതകൻ എന്ന പറഞ്ഞിട്ട് നോവലാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് പാർട്ട് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. എല്ലാവർക്കും നോവൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കത് കേൾക്കാം കേട്ടോ. രണ്ടാമത്തെ പാർട്ടാണ്. ആകാശം വാടകക്കൊരാളിയെ പോലെ കരിയോയിൽ പുരട്ടി തക്കം പാർത്തിരുന്ന പകലായിരുന്നു അത്. ഹാഫ് ഡേ ലീവ് എഴുതി 12:30 ഏഞ്ചല ഓഫീസ് വിട്ടു. കൈനറ്റിക് ഹോണ്ടയിൽ സ്കൂളിലെത്തി. പ്രിൻസിപ്പലിൻ്റെ അനുമതി വാങ്ങി കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു. വെള്ളിയാഴ്ചത്തെ വെള്ളയും യൂണിഫോം ധരിച്ച മക്കൾ വരാന്തയുടെ അങ്ങേയറ്റത്ത് നിന്ന് സന്തോഷം തിളങ്ങുന്ന കണ്ണുകളുമായി ഓടി വന്നു. ഇടം കവളിൽ നീല മഴത്തുള്ളി മറുകുള്ള ചേച്ചിയുടെ കൈവിട്ട് സ്കൂൾ ബാഗ് ചുമലിൽ കിലുക്കി. കൂണാകൃതിയിൽ മുറിച്ചിട്ട മുടി ഇളക്കി. മൂക്കിന് വലതുവശത്ത് നക്ഷത്രം പോലെയൊരു മറുകുള്ള ഇളയവളും വൈകാതെ മൂത്തവളും ഏഞ്ചലയുടെ ഇരുവശത്തും 2 വെള്ളച്ചിറകുകളായി ഒട്ടി. ഏഞ്ചല ചിറകുകൾ ചേർത്ത് വിടർന്നു ചിരിച്ചു. അമ്മയും മക്കളും ചിരിച്ചു ഉല്ലസിച്ച് ചിറകടിച്ചാണ് സ്കൂൾ ഗേറ്റ് കടന്നത്. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മൂത്തവൾ ആൻ സ്കൂട്ടറിൽ പിന്നിൽ കാലുകൾ 2 വശത്തായി തൂക്കിയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇളയവൾ ഐറിൻ മുന്നിൽ പിടിച്ചു നിന്നു. രാവിലെ അസംബ്ലിയിൽ ഹാപ്പി ബർത്ത്ഡേ ഗാനം വാവ കൂടെ പാടിയതിനെ ചേച്ചി പരിഹസിച്ചു. ലേശം ഈറനുള്ള കാറ്റിൽ രസിച്ചു നിന്ന വാവ അരുമയായൊരു ചമ്മലോടെ ഞാനങ്ങ് മറന്നു പോയിട്ടാ മമ്മി എന്ന് സമ്മതിച്ചു. ഏഞ്ചല പൊട്ടിച്ചിരിച്ചു. ഇടയ്ക്ക് വാത്സല്യം അടക്കാനാവാതെ മുഖം താഴ്ത്തി ഐറിൻ്റെ നെറുകയിൽ മുത്തി. പണ്ട് താൻ സ്കൂൾ ഡേക്ക് കർട്ടൻ പൊങ്ങിയതറിയാതെ പിന്നിൽ നിന്ന കുട്ടിയോട് സംസാരിച്ച കഥ പറഞ്ഞ് രണ്ടാളെയും ചിരിപ്പിച്ചു. കറുത്ത ആകാശത്ത് ഭംഗിയുള്ളൊരു മിന്നൽ മന്ത്രപടി വീശി. ടൗൺ ബസ് കാത്തു നിൽക്കുന്നവർക്കും കടകളുടെ വരാന്തയിൽ നിൽക്കുന്നവർക്കും മുന്നിൽ ചിരികളുടെ മണികൾ ഉതിർത്ത് അമ്മയും മക്കളും ടൗണിലെ ബിരിയാണി ഹൗസിലേക്ക് പോയി. AC ഹാളിൽ കുട്ടികൾക്ക് പിന്നാലെ ഏഞ്ചല പ്രവേശിച്ചപ്പോൾ അവിടെ വെളിച്ചം നിറഞ്ഞ് ഭക്ഷണം കഴിക്കുകയായിരുന്ന പുരുഷന്മാരുടെ കണ്ണുകൾ അവളിലേക്ക് ഒട്ടി. 30 വയസ്സിൻ്റെ മാന്ത്രിക ശരീരം, മൂർച്ചയുള്ള തവിട്ട് കണ്ണുകളും ഉയർന്ന കൂർത്ത മൂക്കും, ചിരിക്കുമ്പോൾ പാടെ മലരുന്ന ചുണ്ടുകളും. ആണുങ്ങൾ മോഹ നിദ്രയിലായിരുന്നു. അപ്പോഴാണ് നരേന്ദ്രൻ വിളിച്ചത്. അയാളുടെ ശബ്ദം പരവശമായിരുന്നു. അമ്മയും മക്കളും അടിച്ചു പൊളിക്കുകയാണോ? അതെ, ബിരിയാണി ഹൗസിൽ. ഇങ്ങോട്ട് വരുന്നോ? പുഞ്ചിരിയിൽ അവളുടെ കണ്ണുകൾ കൂമ്പി. ഇപ്പോഴില്ല, വൈകിട്ട് കേക്ക് മുറിക്കാൻ പാകത്തിൽ ഞാനെത്തും. പിറന്നാളുകാരി എവിടെ? ഏഞ്ചല ഫോൺ ഐറിന് കൈമാറി. ഓക്കെ അങ്കിൾ, താങ്ക് യു, ചേച്ചി ഇവിടെയുണ്ട് എന്നൊക്കെ അവൾ കൊഞ്ചി. ഏഞ്ചല അവളെയും അനിയത്തിയെയും ആത്മഹർഷത്തോടെ നോക്കി. അങ്കിൾ എന്താ പറഞ്ഞത്? ഫോൺ തിരികെ വാങ്ങുമ്പോൾ അവൾ സ്നേഹവായ്പോടെ ചോദിച്ചു. അമ്മയോട് പറഞ്ഞ് ഒരു ഫെയറിക്കീൻ വാങ്ങിച്ചോളാൻ. അമ്മ വാങ്ങിത്തരുമോ? എയറിൻ്റെ മൂക്ക് അവസാനിക്കുന്നതിന് വലതുവശത്തെ മറുകിൽ വിരൽ കൊണ്ട് തൊട്ട് ഏഞ്ചല അരുമയായി മൂടി. പിന്നീട് അവൾ എതിരെയിരുന്ന ആനിനെ നോക്കി. മോളൂസിന് എന്താ വേണ്ടേ? സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. ഓ, ഈ ചേച്ചിയുടെ ഒരു പൊട്ട ഷേക്ക്. വാവയുടെ ഒരു പൊട്ട ഫെയറിക്ക്. അവർ അങ്ങനെ ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിച്ചു. ഐറിനോട് പിണക്കമുള്ള ജോസഫിന് അവൾ ഒരു മിഠായിയെ ബർത്ത്ഡേക്ക് കൊടുത്തുള്ളൂ എന്ന് ആൻ കുറ്റപ്പെടുത്തി. ശരിയോ എന്ന് ഏഞ്ചല കണ്ണുരുട്ടി. ഇനിയില്ലെന്ന് ഐറിൻ മുഖം കുനിച്ചു. അങ്ങനെ ചെയ്ത് ശരിയായില്ല. എന്നാലും മമ്മി ഇത്തവണ ക്ഷമിച്ചു. അടുത്ത ഹാപ്പി ബർത്ത്ഡേക്ക് എല്ലാവർക്കും
മിൽക്കി ബാർ കൊടുക്കണം. ജീസസ്, എല്ലാവർക്കും മിൽക്കി ബാർ വാങ്ങിക്കൊടുത്താൽ എൻ്റെ ശമ്പളത്തിൽ പിന്നെന്തുണ്ട്? അങ്കിൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് മമ്മി. എങ്കിൽ നീ അങ്കിളിനോട് വാങ്ങിക്കോ. അടുത്ത ഹാപ്പി ബർത്ത്ഡേക്ക് അമ്മ എനിക്ക് റെഡ് ഫ്രെല്ലില്ല സാറ്റിൻ ഉടുപ്പ് വാങ്ങിത്തരണം. ഓ, റെഡ് റിബണും. അത് നീ എവിടെ കിട്ടും? ആൻ പരിഹസിച്ചു. അപ്പോൾ ആറിൻ്റെ കുഞ്ഞുമുഖം ചുളിഞ്ഞു. മമ്മി, എൻ്റെ മുടി ഇനി വെട്ടരുത്. ഏഞ്ചല ചിരിച്ചു. കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് വളർത്താം. എപ്പോ? ആ, 3rd സ്റ്റാൻഡേർഡിലാകുമ്പോൾ. പ്രോമിസ്? പ്രോമിസ്. മമ്മി വാക്കു മാറരുത്. ബിൽ കാത്തിരിക്കുമ്പോൾ ഐറിൻ ഒരു പട്ടിക്കുഞ്ഞിനെ പോലെ അമ്മയുടെ ചുമലിൽ ചാഞ്ഞു. ഏഞ്ചല അവളെ ചേർത്ത് പിടിച്ചു. ഐറിൻ മമ്മിയുടെ മൃദുല മാറിടത്തിൽ ഒട്ടി. അപ്പോഴാണ് ഒരു മധ്യവയസ്കൻ അവർക്കരികിലേക്ക് വന്നത്. എന്നെ അറിയാമോ? അയാളുടെ കണ്ണുകൾ ഇരുട്ടത്ത് കണ്ട കണ്ടൻ പൂച്ചയോടെന്ന പോലെ പിത്തള നിറത്തിൽ തിളങ്ങി. അലക്സാണ്ടറുടെ ഭാര്യയല്ലേ? അങ്ങനെ പലരുടെയും ഭാര്യയാണ്. മധ്യവയസ്കൻ പരവശനായി. പിരിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. അയാൾ നാവ് നീട്ടി ചുണ്ടു നനച്ചു. ഇതേതാ പിള്ളേര്? മറുപടി പറയാൻ ഏഞ്ചല സമയമെടുത്തു. എൻ്റെ മക്കളാണ്. അയാൾ അയാളുടെ വെളുത്തു തൊടുത്ത മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അലക്സാണ്ടറെ വിട്ടിട്ട് 4-5 കൊല്ലമായില്ലേ? അപ്പോഴീ കൊച്ച് അലക്സാണ്ടർക്ക് മാത്രമല്ലല്ലോ സന്താനോൽപാദന ശേഷി. പുഞ്ചിരിയിൽ അവളുടെ ചുണ്ടുകൾ മലർന്നു. അയാൾ അടികൊണ്ട പാമ്പിനെ പോലെ വളഞ്ഞു. പകയോടെ നോക്കി. അലക്സാണ്ടർ ഇറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? അവൾ വീണ്ടും ചിരിച്ചു. ചുണ്ടുകൾ അയാളെ അസ്വസ്ഥനാക്കി. വീണ്ടും മലർന്നു. തൻ്റെ മരണത്തെക്കുറിച്ച് അവ്യക്തമായാണെങ്കിലും ഏഞ്ചലയ്ക്ക് കിട്ടിയ ഏക സൂചന അതായിരുന്നു. ഇടയ്ക്ക് ഏഞ്ചല ആനിൻ്റെ മുഖം കണ്ടു. ഇടംകവളിൽ നീല മടുത്തുള്ളി ഒട്ടിയ മുഖം. മണിക്കൂറുകൾക്ക് ശേഷം കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് അലക്സാണ്ടറെ മുഖാമുഖം കണ്ടപ്പോൾ ഏഞ്ചല പെട്ടെന്ന് ഓർത്തത് ആനിൻ്റെ മുഖത്തെ ആ മറുകാണ്. അപ്പോഴേക്ക് വെയിറ്റർ ബില്ല് കൊണ്ടുവന്നു. ഞാൻ കൊടുക്കാം. മധ്യവയസ്കൻ അതെടുക്കാൻ ശ്രമിച്ചു. ഏഞ്ചല പുച്ഛത്തോടെ തടഞ്ഞു. വേണ്ട, എനിക്ക് വേണ്ടത്ര വരുമാനമുണ്ട്. പിന്നീട് അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവളുടെ താളമൊത്ത നടപ്പിലേക്ക് മിഴിനട്ട് അയാൾ പിന്നെയും അവിടെ നിന്നു കാണും. അവൾ നോക്കിയില്ല. ടൗണിലൂടെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ മഴക്കാറിനിടെ മിന്നൽ വായ്ത്തലരാകി. ബേക്കറിയിലെത്തി നേരത്തെ ഓർഡർ ചെയ്ത ഹാപ്പി ബർത്ത്ഡേ ഐറിൻ എന്ന വെള്ള ഐസിങ്ങിലെഴുതിയ പിങ്ക് കേക്ക് വാങ്ങി. ഐറിനെ കൂട്ടി പിന്നിലിരുത്തി കേക്ക് തൻ്റെ കാൽച്ചുവട്ടിൽ ഭദ്രമായി വച്ച് അവൾ വീട്ടിലേക്ക് സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു. അവർ താമസിച്ചിരുന്നത് വൈറ്റിലയിൽ ഒരു വീടിൻ്റെ മുകൾ നിലയിലായിരുന്നു. അകത്ത് കയറി കേക്ക് മേശപ്പുറത്തും സ്കൂൾ ബാഗ് കുട്ടികളുടെ പഠനമുറിയിലും വെച്ചപ്പോഴാണ് നരേന്ദ്രൻ വീണ്ടും വിളിച്ചത്. ഏഞ്ചല, ഞാൻ കുറച്ചുകൂടി വൈകും. ചില പ്രശ്നങ്ങളുണ്ട്. സീരിയസ് ആണോ? കുറച്ച്. ഇന്ന് കോടതി വിധി വന്നേക്കും. അവളുടെ മുഖം മങ്ങി. വിഷമിക്കാതിരിക്കൂ, എല്ലാം ശരിയാകും. അതൊക്കെ പോട്ടെ, കേക്ക് റെഡിയായില്ലേ? കേക്കും റെഡി, കത്തിയും റെഡി. ആദ്യത്തെ പീസ് വാങ്ങാനുള്ള ആൾ മാത്രം വന്നാൽ മതി. അവളും അയാളും ചിരിച്ചു. ചത്തില്ലെങ്കിൽ എത്തും. അടുത്ത തവണ എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിലോ? തൻ്റെ കേസിൻ്റെ വിധി വിപരീതമാകുമെന്ന് ഏകദേശം ഉറപ്പായതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. എങ്കിലും ഏഞ്ചല കൊല്ലപ്പെട്ടപ്പോൾ അത് അറം പറ്റി. കേക്ക് മുറിക്കാൻ അയാളെത്തും മുമ്പേ അവൾ ചത്തു. അത് മുറിക്കാൻ അവൾ ഒരുക്കി വച്ചിരുന്ന കത്തി തന്നെയാണ് അവളുടെ വയറ് തുളച്ചത്. ആ കേക്ക് പിറ്റേന്ന് അവളുടെ സംസ്കാരം കഴിഞ്ഞതിന് വരെ തീന്മേശയിൽ തുറന്നിരുന്നു. വീട് പൂട്ടാൻ കടന്നു ചെല്ലുമ്പോൾ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ ഐറിൻ എന്നെഴുതിയ വെളുത്ത ഐസിങ്ങിന് മേൽ കറുത്ത മുത്തുകൾ പോലെ എന്തോ തിളങ്ങി. തൊട്ടപ്പോൾ അത് അയാളുടെ കയ്യിൽ കാഠിന്യത്തോടെ ഒട്ടി. അത് ഏഞ്ചലയുടെ രക്തമായിരുന്നു. ഐറിൻ അയാളുടെ രക്തവും.
അവളുടെ രക്തം അയാളുടെ രക്തത്തിനുമേൽ കറുത്ത മുറിവുകളായി ഒട്ടിക്കിടന്നു. ജയമോഹൻ വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടികൾക്കരികിൽ ഉറക്കം വരാതിരിക്കുമ്പോൾ അയാൾ അയറിൻ്റെ കുഞ്ഞു മൂക്കിന് വലതുവശത്തെ അരുമയായ മറുക് മായ്ച്ചു കളയാൻ ആഗ്രഹിച്ചു. മമ്മി ഇനി ഒരിക്കലും വരില്ലേ ചേച്ചി? സെമിത്തേരിയിലേക്കുള്ള യാത്രയിൽ പിൻസീറ്റിൽ ആനിയോട് ഒട്ടിച്ചേർന്ന് ഇടറിയ ഒച്ചയിൽ ഐറിൻ ചോദിച്ചു. ഡ്രൈവ് ചെയ്യുമ്പോൾ ജയമോഹൻ തലചരിച്ച് അയാളെ നോക്കി. അയാളുടെ ഹൃദയം ക്രമാതീതം മിടിച്ചു. ആൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേക്കും വരില്ലേ? വരില്ല. അപ്പോഴിനി ഒരിക്കലും കേക്ക് മുറിക്കില്ല? ആനിൻ്റെ കരഞ്ഞു വീർത്ത കുഞ്ഞു കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവൾ അനിയത്തിയെ ചേർത്ത് പിടിച്ചപ്പോൾ നരേന്ദ്രന് ഹൃദയം വിങ്ങി. ഏഞ്ചലിനോടൊപ്പം ഉറങ്ങിയ ആദ്യത്തെ രാത്രി അയാൾ ഓർത്തു. അവൾക്ക് ജോലിക്ക് ചേർത്തത് മുതലുള്ള ആഗ്രഹം. അയാളുടെ പരസ്യ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂവിനെത്തിയപ്പോഴായിരുന്നു അവരുടെ കണ്ടുമുട്ടൽ. അന്ന് അവൾക്ക് 25. എങ്കിലും മുഖത്ത് 45-ൻ്റെ ധാർഷ്ട്യം. സർപ്പസൗന്ദര്യം മോഹനിദ്രയിലുണ്ടാക്കുന്നത്. 3 മാസത്തേക്ക് നോക്കട്ടെ, എന്നിട്ട് സ്ഥിരപ്പെടുത്താം, അയാൾ കഴിയുന്നത്ര മാന്യത നടിച്ചു പറഞ്ഞു. അവൾ കൂർത്ത തവിട്ട് കണ്ണുകൾ അയാളുടെ ഹൃദയത്തിലേക്ക് തറച്ചു. എനിക്ക് ഈ ജോലി വേണം, അതിനുള്ള വിലയെന്തായാലും. അയാളുടെ ശ്വാസം നിലച്ചു. എന്തു വില? അവൾ നിവർന്നിരുന്നു. 4 വർഷം പ്രേമിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ചയാൾ കഷ്ടകാലം വന്നപ്പോൾ കൂട്ടുകാരന് കൂട്ടിക്കൊടുത്ത സ്ത്രീയാണ് ഞാൻ. എൻ്റെ മുന്നിൽ അഭിനയിക്കരുത്. അയാൾ ഉമിനീർ വിഴുങ്ങി. ഞാൻ വിവാഹിതനാണ്. അയാളുടെ ശബ്ദം ദുർബലമായി. ഞാനും. അവളുടെ ചുണ്ടുകൾ ആത്മാർത്ഥമായ പുഞ്ചിരിയിൽ മലർന്നു. അവൾ ഒരകന്ന ബന്ധുവിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അയാൾ അവൾക്ക് ജോലി നൽകി. വാടക വീട് സംഘടിപ്പിച്ചു. അന്ന് 4 വയസ്സുള്ള ആനിനെ നഗരത്തിലെ നല്ല സ്കൂളിൽ അഡ്മിഷൻ ത്വരിതപ്പെടുത്തി. അവളെ ആദ്യമായി പ്രാപിച്ച ദിവസവും അയാൾ ഓർത്തു. ടൂറുണ്ടെന്ന് സുനിതയോട് കള്ളം പറഞ്ഞ് ചെറിയ ബ്രീഫ് കേസിൽ ഒരു രാത്രിക്കുള്ള വസ്ത്രങ്ങളുമായി അവളുടെ വീട്ടിലെത്തി. ഇളം പിങ്ക് നൈറ്റി ധരിച്ച് അവൾ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. സിൽക്ക് പോലെ തിളങ്ങുന്ന മുടി അലസമായി വാരി നെറുകയിൽ കെട്ടിവച്ചിരുന്നു. ചില ഇഴകൾ ചുമലിലേക്ക് ഊർന്നു. അവൾ കുട്ടിയെ മേൽ കഴുകിച്ച് കിടപ്പറയിലേക്ക് കൊണ്ടുപോയി. അടുത്ത് കിടന്ന് ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റിൻ്റെ കഥ പതിഞ്ഞ ശബ്ദത്തിൽ വായിച്ചു കൊടുത്തു. കുട്ടി ഇടയ്ക്കിടെ ചിരിച്ചു. അവളും ചിരിച്ചു. അവരുടെ ചിരികൾ അയാളുടെ പെരുമ്പറ അടിക്കുന്ന ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ചു. പിന്നീട് അവൾ അയാൾക്ക് ചപ്പാത്തിയും ദാൽ കറിയും വിളമ്പി. അയാൾക്ക് ചപ്പാത്തി വെറുപ്പായിരുന്നു. പക്ഷേ അവൾ വിളമ്പിയപ്പോൾ സ്വാദുണ്ടായി. ആ ചെറിയ വീടിനകം അവൾ ആകർഷകമാക്കിയിരുന്നു. അവളുടേതായ എല്ലാം ആകർഷകമായിരുന്നു. അടുക്കള വൃത്തിയാക്കി മേൽ കഴുകി കൈയില്ലാത്തൊരു നീല നൈറ്റി ധരിച്ച് അവൾ കിടപ്പറയിലേക്ക് വന്നു. കുട്ടിയെ നിലത്ത് കിടത്തി. അയാൾ വിറയ്ക്കുന്ന കൈകൾ അവളുടെ ചുമലിൽ വെച്ചു. ഞാൻ ആദ്യമായാണ്. അയാൾ വിക്കി. ഞാൻ ആദ്യമായല്ല. അവൾ സർപ്പത്തെ പോലെ പത്തി വിടർത്തി. പെട്ടെന്ന് അയാൾക്ക് അപകർഷത ബോധമുണ്ടായി. എന്നേക്കാൾ പണവും പദവിയുമുള്ളവർ ഈ നഗരത്തിൽ ഇഷ്ടം പോലെയുണ്ട്. എനിക്ക് പണം മാത്രം പോരാ. അയാളെ അവർ ചേർത്ത് പിടിച്ചു. ഈ ശരീരം ഒരു വലിയ ബാധ്യതയാണ്. ഇതും വെച്ച് ജോലിയില്ലാതെ ജീവിക്കാൻ പ്രയാസം. ഇത് വെച്ച് ജോലി കിട്ടാനും പ്രയാസം. ആണുങ്ങളുടെ കുത്തിക്കയറുന്ന തരം നോട്ടം കണ്ട് വെറുത്തു. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും അതത് സ്ഥലത്തെ ഏറ്റവും ഉയർന്നയാൾ എന്തിനാ അങ്ങനെ ഓഫീസ് മാറുന്നത്?
അപ്പോഴേക്ക് അലക്സ് അന്വേഷിച്ചു വരും. ഡിവോഴ്സ് ചെയ്തുകൂടെ? വിവാഹം കഴിച്ചിട്ടല്ലേ ഡിവോഴ്സ്? അവൾ ചിരിച്ചു. ഞാനൊരു ഇടത്തരം പ്രാരാബ്ധക്കാരനാണ്. അയാൾ വീണ്ടും അപകർഷതയോടെ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഈ മറുക് മറ്റാർക്കും ഇതെനിക്ക് വേണം. ഇതെനിക്ക് വേണം. അവൾ കൈനീട്ടി അയാളുടെ മൂക്കിന് വലതുവശത്തുള്ള മറുകിൽ തൊട്ടു. അയാളുടെ ശരീരം ഒരു സ്ത്രീയുടെ സ്പർശനത്തിൽ ആദ്യമായി കോരിത്തരിച്ചു. ഒരുമിച്ചുള്ളപ്പോഴൊക്കെ അയാൾ സുനിതയെ അവളുമായി താരതമ്യം ചെയ്തു. കനച്ച് നാറുന്ന മുടി, ഉറങ്ങാൻ വരുമ്പോഴുള്ള മടുപ്പ്, സ്പർശിക്കുമ്പോഴുള്ള മരവിപ്പ്. സുനിത ബന്ധം കണ്ടുപിടിക്കുന്നതുവരെ അയാൾ നഗരത്തിലെ ഏറ്റവും സന്തുഷ്ടനായ പുരുഷനായിരുന്നു. കണ്ടുപിടിക്കപ്പെട്ടവ വീട്ടിൽ കരച്ചിലും പിഴിച്ചിലും വഴക്കും പിണങ്ങിപ്പോക്കും പതിവായി. ആൺമക്കൾ പകയോടെ നോക്കി. ബന്ധുക്കൾ ഉപദേശം തുടങ്ങി. മടുത്തപ്പോൾ അയാൾ ഏഞ്ചലയോട് സംസാരിച്ചു. ഞാൻ ഡിവോഴ്സ് ചെയ്യട്ടെ? എന്തിന്? എനിക്ക് നീ മതി. അവൾ കുറച്ചു നേരം അയാളെ ഉറ്റുനോക്കി. 8 പൊട്ടും തിരിയാത്ത ഭാര്യ, 12 10 വയസ്സുള്ള ആൺകുട്ടികൾ. വേണ്ട, അത് ശരിയാകില്ല. എന്നെ സംബന്ധിച്ചോളം നീയാണ് ശരി. നിന്റെ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്നത് നിന്നെയാണ്. നീയാണ് ഒരു സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കി തന്നത്. അതും 12 വർഷം ഒരുവളുടെ കൂടെ ജീവിച്ചതിന് ശേഷം. അത് സുനിതയുടെ കുറ്റമല്ല. നല്ല സ്ത്രീകൾ പുരുഷന്മാരെ ആനന്ദിപ്പിക്കരുതെന്നതെന്താണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ നീയോ? ഏഞ്ചല ചിരിച്ചു. അവളുടെ ചുണ്ടുകൾ മലർന്നു. അവൾ അയാളെ 2 കൈകളും നീട്ടി മാറിലേക്ക് അണച്ചു. നിങ്ങൾ എന്നെ സ്നേഹിച്ചതുപോലെ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ ലോകം എന്നെ എത്ര നന്നായേനെ. അന്ന് ബന്ധപ്പെടുമ്പോൾ അയാളുടെ മൂക്കിന് വശത്തെ മറുകിൽ അവൾ ഉമ്മ വെച്ചു. എനിക്ക് ഈ മറുക് വേണം. ഞാൻ എടുക്കുവാൻ പോകുക. വൈകാതെ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. അയാൾ സ്തംഭിച്ചു. പിന്നീട് നെടുവീർപ്പിട്ടു. അത് കണ്ട് അവൾ പുഞ്ചിരിച്ചു. പിന്നീട് അവളും നെടുവീർപ്പിട്ടു. എൻ്റെ ആനിക്ക് ഒരു കൂട്ട് വേണം. ഞാനില്ലാതായാലും അവളെ സ്നേഹിക്കാനും അവൾക്ക് സ്നേഹിക്കാനും ഒരു അനിയനോ അനിയത്തിയോ വേണം. പിന്നെ എനിക്ക് ആ മറുകും വേണം. പക്ഷേ നമ്മൾ പിരിയുകയാണ്. എന്തിന്? എനിക്ക് വേറൊരു സ്ത്രീയെ വേദനിപ്പിക്കാൻ വയ്യ. പിന്നെ 4 കുട്ടികളെ വളർത്താൻ ഈ പ്രാരാബ്ധക്കാരൻ പരസ്യ കമ്പനിക്കാരന് കഴിയുമോ? അയാൾ വിഷണ്ണനായി. എൻ്റെ കുട്ടികളുടെ അച്ഛനായിരിക്കൂ. അവരുടെ ജന്മദിനത്തിന് കേക്ക് മുറിക്കാൻ വരൂ. കണ്ടുമുട്ടുമ്പോൾ അവൾക്കൊരച്ഛൻ ഉമ്മ കൊടുക്കൂ. കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ഒരച്ഛൻ്റെ ഉമ്മ കൊടുക്കൂ. തമ്മിൽ പിരിഞ്ഞ ദിവസം അവർ ഒന്നിച്ചു പോയി പള്ളിയിൽ 101 മെഴുകുതിരി കത്തിച്ചു. പാലുറഞ്ഞതുപോലെ വെളുത്ത മെഴുകുതിരികൾ. അവ കൂട്ടത്തോടെ കത്തി. മഴ പെയ്യും പോലെ ഉരുകി ഒലിച്ചു. അവൾ മുട്ടുകുത്തി നിന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചു. ആദ്യമായും അവസാനമായും അവൾ കരയുന്നത് അയാൾ കണ്ടു. അയാളുടെയും കണ്ണു നിറഞ്ഞു. പിരിഞ്ഞപ്പോൾ അവളൊരു കത്തി അയാളുടെ നെഞ്ചിൽ തറച്ചു. അയാൾ പിന്നീടുള്ള ജീവിതം മുഴുവൻ അതുകൊണ്ട് നടന്നു. പിരിയുമ്പോൾ അയാളുടെ മറുക് അവളുടെ വയറ്റിൽ തറച്ചു. ജീവിതകാലമത്രയും ഐറിൻ അത് കൊണ്ടു നടക്കും. വയറ്റിൽ കത്തി കയറിയപ്പോൾ ഏഞ്ചലയ്ക്ക് വായിൽ രക്തത്തിൻ്റെ ചുവ വന്നു. രക്തം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഇതാണ് ഇന്നത്തെ കഥ കേട്ടോ. അപ്പം അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.